ഹരി ഓം. ഖണ്ഡം 3 ഗിരിരാജഖണ്ഡം. അധ്യായം 1 ഗിരിരാജ പൂജാവിധി വർണ്ണനം. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ബഹുലാശ്വൻ ചോദിച്ചു, ഭഗവാൻ എങ്ങനെയാണ് ഗോവർദ്ധന പർവ്വതം എടുത്തു ഉയർത്തിയത്? അത്ഭുതകരമായ ഭഗവാന്റെ ഈ ദിവ്യചരിത്രം ദയവായി പറഞ്ഞു തന്നാലും. ശ്രീ നാരദൻ പറഞ്ഞു, രാജാക്കന്മാർക്ക് വർഷം തോറും കരം നൽകുന്നതുപോലെ ഗോപന്മാർ ദേവേന്ദ്രനു യാഗം നടത്തുന്നത് പതിവായിരുന്നു. അങ്ങനെ ഒരു ദിവസം ദേവേന്ദ്രനു വേണ്ടിയുള്ള യാഗത്തിനായി ഒരുക്കങ്ങൾ നടക്കുന്നതു കണ്ട ശ്രീകൃഷ്ണൻ യദുസസ്സിൽ വെച്ച് നന്ദഗോപരോടു ഇപ്രകാരം ചോദിച്ചു, ഇന്ദ്രനെ ആരാധിക്കുന്നതിലൂടെ ലഭിക്കുന്ന ഫലം എന്താണ്? അത് ലൗകികമായ ഭൗതിക ഫലമാണോ അല്ലെങ്കിൽ അലൗകികമായ ആത്മീയ ഫലമാണോ? അതിനുത്തരമായി ശ്രീനന്ദൻ പറഞ്ഞു, ദേവേന്ദ്രനെ പൂജിച്ചാൽ ഭക്തിയും മുക്തിയും ലഭിക്കും. ആ രണ്ടും മനുഷ്യജീവിതത്തിന് വളരെ ആവശ്യമായതാണ്. അവ ഇല്ലെങ്കിൽ മനുഷ്യൻ സുഖവും ശാന്തിയും ലഭിക്കുകയില്ല. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, ഇന്ദ്രൻ ഉൾപ്പെടെയുള്ള ദേവന്മാർ തങ്ങളുടെ പൂർവ്വജന്മങ്ങളിലെ സുകൃതഫലത്താലാണ് ഈ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിയതും സ്വർഗത്തിലെ സുഖങ്ങൾ അനുഭവിക്കുന്നതും. അവർ കൈവരിച്ച പുണ്യം സമാപിക്കുന്നതോടുകൂടി വീണ്ടും മനുഷ്യരായി ജന്മമെടുക്കേണ്ടിവരും. അവരെ ആരാധിച്ചതുകൊണ്ട് മാത്രം മോക്ഷം ഒരിക്കലും ലഭിക്കുകയില്ല. ബ്രഹ്മാവിനു പോലും കാലത്തെ ഭയമാണ്. അതുകൊണ്ട് ഹരിയെ ഭജിച്ചുകൊണ്ടും സത്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും ജീവിച്ചാൽ മോക്ഷം പ്രാപിക്കാം. ഹരിയുടെ മാർവിടത്തിൽ നിന്നു ഉദ്ഭവിച്ച ഗോവർദ്ധനഗിരി പുലസ്ത്യമുനിയുടെ പ്രഭാവത്താലാണ് വൃന്ദാവനത്തിൽ എത്തിച്ചേർന്നത്. ആകയാൽ ഭക്തിപൂർവം ഗോവിപ്രാദികളെ പൂജിച്ച് ഈ പൂജാദ്രവ്യങ്ങളെല്ലാം ഗോവർദ്ധനഗിരിക്ക് സമർപ്പിക്കുക. ഇതു കേട്ട നന്ദാദിഗോപന്മാർ ആ അഭിപ്രായം സന്തോഷത്തോടെ സ്വീകരിച്ചു. അപ്പോൾ വൃദ്ധനും ധർമ്മനിഷ്ഠനുമായ സനന്ദൻ ഭഗവാൻ ശ്രീകൃഷ്ണനോട് വിനയപൂർവം ഇപ്രകാരം ചോദിച്ചു, ഹേ ജ്ഞാനസ്വരൂപനായ നന്ദകുമാര, ഏതുവിധത്തിലാണ് ഗിരിപൂജ നടത്തേണ്ടത് എന്ന് ദയവായി പറഞ്ഞാലും. അതിനുത്തരമായി ഭഗവാൻ പൂജാവിധികൾ വിശദമായി വിവരിച്ചു. ഗോവർദ്ധന താഴ്വര ചാണകം മെഴുകി ശുദ്ധമാക്കിയ ശേഷം പൂജയ്ക്കാവശ്യമായ ദ്രവ്യങ്ങൾ എല്ലാം ഭക്തിയോടെ ഒരുക്കിവെക്കുക. സഹസ്രശീർഷമന്ത്രം ജപിച്ചുകൊണ്ട് ഗംഗാജലവും യമുനാജലവും സമർപ്പിക്കണം. ശേഷം പാൽ, പഞ്ചാമൃതം എന്നിവ കൊണ്ട് അഭിഷേകം നടത്തി കൃഷ്ണജലം കൊണ്ട് ഗോവർദ്ധനത്തെ സ്നാനം ചെയ്യിക്കണം. തുടർന്ന് വസ്ത്രം, മാല, പുഷ്പം തുടങ്ങിയവ സമർപ്പിച്ച് അനേകം ദീപങ്ങൾ തെളിയിക്കണം. ഇവയെല്ലാം കഴിഞ്ഞ് ഗോവർദ്ധനത്തെ ഭക്തിപൂർവം തൊഴുത് പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു ഈ മന്ത്രം ചൊല്ലണം. നമോ വൃന്ദാവനാംഗായ തുഭ്യം ഗോലോകമൗലിനെ, പൂർണ്ണബ്രഹ്മാദപത്രായ നമോ ഗോവർദ്ധനായ. ശേഷം പുഷ്പാഞ്ജലിയും നിരാഞ്ജനവും സമർപ്പിക്കണം. മണി, മൃദംഗം തുടങ്ങിയ വാദ്യങ്ങളുടെ മംഗളഘോഷത്തോടൊപ്പം മന്ത്രജപം നടത്തി മലരഭിഷേകവും നിർവഹിക്കണം. തുളസീതളം ചേർത്ത ഗംഗാജലവും യമുനാജലവും നിറച്ച 64 കലശങ്ങൾ 5 വിഭാഗങ്ങളായി ഒരുക്കിവെക്കണം. 56 വിഭവങ്ങളുള്ള മഹാഭോജനം സമർപ്പിച്ച് ബ്രാഹ്മണരെയും പശുക്കളെയും അഗ്നിയെയും ദേവന്മാരെയും പൂജിക്കണം. ശേഷം സന്നിഹിതരായ എല്ലാവർക്കും ഭോജനം നൽകണം. പിന്നീട് മംഗളധ്വനി മുഴങ്ങിക്കൊണ്ടിരിക്കെ ഗോപികകളും ഗോപന്മാരും ആനന്ദപൂർവ്വം നൃത്തം ചെയ്ത് ഗോവർദ്ധനോത്സവം ആഘോഷിക്കണം. അതിനുശേഷം ഗോവർദ്ധനഗിരി ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഗോവർദ്ധന പൂജ എങ്ങനെ ആചരിക്കണമെന്ന് ശ്രീകൃഷ്ണൻ ഉപദേശിച്ചു. വറളിയോ ഉണക്കിയ ചാണകമോ ഉപയോഗിച്ച് ഗോവർദ്ധനഗിരിയുടെ രൂപം ഉണ്ടാക്കണം. ശേഷം പുഷ്പങ്ങളും പുല്ലും കൊണ്ട് അതിനെ മനോഹരമായി അലങ്കരിച്ച് അതുതന്നെ ഗോവർദ്ധനമാണെന്ന് മനസ്സിൽ സങ്കൽപ്പിച്ച് ഭക്തിപൂർവം പൂജിക്കണം. അതിന്റെ മുകളിൽ ഗോവർദ്ധനത്തിൽ നിന്നുള്ള ഒരു ശില സ്ഥാപിക്കുന്നുവെങ്കിൽ അവിടെ നിന്ന് എടുക്കുന്ന ഓരോ ശിലയ്ക്കും പകരമായി അതേ ഭാരമുള്ള സ്വർണം അവിടെ സമർപ്പിക്കണം. അങ്ങനെ ചെയ്യാതിരുന്നാൽ അവർ മഹാരൗരവം എന്ന നരകത്തിലേക്ക് പോകേണ്ടിവരും. ഗോവർദ്ധന പൂജ നിർവഹിക്കുന്നവർക്ക് എല്ലാ തീർത്ഥങ്ങളിലും സ്നാനം നടത്തിയതിന്റെ മഹത്തായ ഫലം ലഭിക്കും. മുടങ്ങാതെ ഈ ഗോവർദ്ധന പൂജ ആചരിക്കുന്നവർക്ക് സകല സുഖങ്ങളും പ്രാപ്യമാകുന്നതോടൊപ്പം അവസാനം മോക്ഷപ്രാപ്തിയും ലഭിക്കും. ഇതോടെ 3-ാം ഖണ്ഡത്തിലെ 1-ാം അധ്യായം ഇവിടെ സമാപിക്കുന്നു. ഹരി ഓം.